1959 പരിചയസമ്പന്നരായ 9 സോവിയറ്റ് പർവ്വതാരോഹകർ യുറൽ മലനിരകളിലേക്ക് ഒരു സാധാരണ മഞ്ഞുകാല പര്യവേഷണത്തിന് പോയി. പക്ഷെ അവർക്ക് എന്ത് സംഭവിച്ചു എന്നത് ലോകം ഇന്നും ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ നിഗൂഢതകളിലൊന്നായി മാറി. വർഷങ്ങൾക്ക് ശേഷം അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയപ്പോൾ ഔദ്യോഗിക റിപ്പോർട്ടിൽ ആകെ പറഞ്ഞിരുന്നത് ഇത്രമാത്രമാണ്: അതിശക്തമായ ഒരു പ്രകൃതിശക്തി. വളരെ ലളിതമായി തോന്നാം, അല്ലേ? പക്ഷെ എന്തായിരുന്നു ആ പ്രകൃതിശക്തി? ഇത്രയും അനുഭവ സമ്പത്തുള്ളൊരു സംഘത്തിന് പോലും അതിജീവിക്കാൻ കഴിയാത്ത അങ്ങനെയൊന്ന്. ഈ ഒരൊറ്റ വാചകം ഉത്തരം നൽകുന്നതിനേക്കാൾ കൂടുതൽ ചോദ്യങ്ങളാണ് ഉണ്ടാക്കിയത്. ശരി, ഈ ലളിതമായ വിശദീകരണത്തെ പാടെ പൊളിച്ചെടുക്കുന്നതായിരുന്നു അവിടെ അന്വേഷകർ കണ്ട കാഴ്ചകൾ. ആ ദുരന്തഭൂമിയിൽ അവർ കണ്ടത് വിചിത്രവും പരസ്പരം ഒട്ടും ചേരാത്തതുമായ സൂചനകളായിരുന്നു. 60 വർഷത്തിലേറെയായി ഗവേഷകരെയും കുറ്റാന്വേഷകരെയും ഒരുപോലെ കുഴപ്പിക്കുന്ന ആ നിഗൂഢതയുടെ ചുരുളുകൾ നമുക്കൊന്ന് അഴിച്ചു നോക്കാം. അപ്പോൾ എന്തൊക്കെയായിരുന്നു ആ തെളിവുകൾ? എന്തുകൊണ്ടാണ് ആ ഔദ്യോഗിക വിശദീകരണം ആരും മുഖവിലക്കെടുക്കാത്തത്? നമ്മളിനി കാണാൻ പോകുന്നത് ഒട്ടും യോജിക്കാത്ത കുറേ കാര്യങ്ങളാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം. ആ സംഭവസ്ഥലം ഒരു വലിയ പസിൽ പോലെയായിരുന്നു. ഓരോ തെളിവും പരസ്പരം ചേരാത്ത ഓരോ കഷ്ണങ്ങൾ. നമുക്ക് ആ കഷ്ണങ്ങൾ ഓരോന്നായി എടുത്ത് പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം, അവരുടെ ടെന്റ്. അത് പുറത്തുനിന്നല്ല, ഉള്ളിൽ നിന്നാണ് കീറിയിരുന്നത്. എന്തിനായിരിക്കും അവർ സ്വന്തം ടെന്റ് കീറി പുറത്തു വന്നത്? പിന്നെ ആ കൊടും തണുപ്പിൽ, -30 ഡിഗ്രി തണുപ്പിൽ ഷൂസോ കോട്ടോ പോലുമില്ലാതെ അവർ ഏകദേശം 1.5 കിലോമീറ്ററോളം ദൂരം ഓടിയിരിക്കുന്നു. ഒന്നാലോചിച്ച് നോക്കൂ, എന്തോന്ന് അവരെ അത്രയധികം ഭയപ്പെടുത്തിയിട്ടുണ്ടാവണം. പക്ഷെ വിചിത്രമായ കാര്യം, അവിടെ മറ്റൊരാൾ വന്നതിനോ ഒരു വഴക്ക് നടന്നതിനോ ഉള്ളൊരു തെളിവുമില്ലതാനും. ഇവിടെയാണ് കഥ ശരിക്കും സങ്കീർണമാകുന്നത്. മൃതദേഹങ്ങൾ 2 ഗ്രൂപ്പുകളായിട്ടാണ് കണ്ടെത്തിയത്. ആദ്യത്തെ കൂട്ടർ തണുത്തുറഞ്ഞ് മരിച്ചതുപോലെയായിരുന്നു, സാധാരണമായ ഒന്ന്. പക്ഷേ രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ കാര്യം അത് ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. അവരുടെ വാരിയെല്ലുകൾ തകർന്നിരുന്നു, തലയൊട്ടിക്ക് പൊട്ടലുണ്ടായിരുന്നു, ഒരു കാർ വന്നിടിക്കുന്ന അത്രയും ശക്തിയുള്ള ആഘാതം. ഏറ്റവും വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ശരീരത്തിൽ പുറമേ ഒരു പോറൽ പോലുമില്ലായിരുന്നു. ഇതെങ്ങനെ സംഭവിക്കും? പക്ഷേ ഈ കണ്ടതിനേക്കാളൊക്കെ വിചിത്രമായ ഒരു തെളിവ് അവിടെ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒന്ന്. അതെ, റേഡിയോ ആക്ടിവിറ്റി. അവരുടെ വസ്ത്രങ്ങൾക്ക് എങ്ങനെ റേഡിയോ ആക്ടിവിറ്റി വന്നു? ഈയൊരു ചോദ്യം ഈ കേസിനെ മറ്റൊരു തലത്തിലേക്ക് തന്നെ കൊണ്ടുപോയി. ഇതിനെപ്പറ്റി പ്രധാനമായും 2 വാദങ്ങളുണ്ട്. ഒന്ന്, ഇത് പഴയ മലിനീകരണം ആണെന്നാണ്. അതായത് അവരിലൊരാൾ ജോലി ചെയ്തിരുന്ന ഒരു ന്യൂക്ലിയർ പ്ലാന്റിൽ നിന്ന് മുൻപേ തന്നെ വസ്ത്രങ്ങളിൽ പറ്റിപ്പിടിച്ചതാകാമെന്നും അതിൻ്റെ അളവ് വളരെ കുറവായിരുന്നു, ഒരു പഴക്കൊലയിലുള്ള അത്രയുമുള്ളൂ എന്നൊക്കെയാണ് ഒരു വാദം. പക്ഷേ രണ്ടാമത്തെ വാദം നമ്മളെ ശരിക്കും ചിന്തിപ്പിക്കും. എഞ്ചിനീയറായ റയാൻ പിയേഴ്സ് പറയുന്നത്, പരിശോധിച്ച എല്ലാ വസ്ത്രങ്ങളിലും സാധാരണയിലും കൂടുതൽ റേഡിയേഷൻ ഉണ്ടായിരുന്നു എന്നാണ്. അതിനർത്ഥം ആ ദുരന്തം നടന്ന രാത്രിയിൽ അവിടെ എന്തോ ഒരു റേഡിയേഷൻ സംഭവം നടന്നു എന്നാണ്. ഇവിടെയാണ് വർഷങ്ങളായി എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ പറ്റിയത്. പഴയ റിപ്പോർട്ടിൽ പറഞ്ഞത് ന്യൂക്ലിയർ വർക്കർമാർക്കുള്ള സേഫ്റ്റി ലിമിറ്റിനേക്കാൾ കൂടുതൽ റേഡിയേഷൻ 3 വസ്ത്രങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ്. അല്ലാതെ ആകെ 3 എണ്ണത്തിൽ മാത്രമേ റേഡിയേഷൻ ഉണ്ടായിരുന്നുള്ളൂ എന്നല്ല. അതായത് നമ്മൾ വിചാരിച്ചതിലും വലിയൊരു റേഡിയേഷൻ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. റയാൻ പിയേഴ്സിന്റെ ഈ ഉപമ കേട്ടാൽ കാര്യം വ്യക്തമാകും, അല്ലേ? ട്രാഫിക് പോലീസ് പിടിച്ച 3 കാറുകൾ മാത്രം ഓടുന്നു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കാറുകൾ നിർത്തിയിട്ടിരിക്കുകയാണെന്ന് അർത്ഥമില്ലല്ലോ. അതുപോലെ ആയിരുന്നു ഇതും. ആ സംഘത്തിലെ എല്ലാവരെയും റേഡിയേഷൻ ബാധിച്ചിരിക്കാം. ശരി, അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ വിചിത്രമായ തെളിവുകളുണ്ട്. ഉള്ളിൽ നിന്ന് കീറിയ ടെന്റ്, പാതി വസ്ത്രത്തിലോടിയ ആളുകൾ, വിശദീകരിക്കാനാവാത്ത പരിക്കുകൾ, പിന്നെ റേഡിയേഷനും. ഇതൊക്കെ ഒരുമിച്ച് വിശദീകരിക്കാൻ പറ്റുന്ന വല്ല സിദ്ധാന്തവുമുണ്ടോ? നമുക്ക് നോക്കാം. ഏറ്റവും ലളിതമായ ഒരു തിയറിയാണ് കറ്റാബാറ്റിക് വിൻഡ്. അതായത് മലമുകളിൽ നിന്ന് അതിശക്തമായ തണുത്ത കാറ്റ് ഒരു കൊടുങ്കാറ്റിന്റെ വേഗതയിൽ പെട്ടെന്ന് താഴേക്ക് അടിച്ചു വീശുന്നത്. അതിന്റെ ഭീകരമായ ശബ്ദം കേട്ട് പേടിച്ച് അവർ ടെന്റ് കീറി പുറത്തേക്ക് ഓടിയതാകാം ഇതൊരു സാധ്യതയാണ്. പക്ഷേ ആ കാറ്റിന് എങ്ങനെയാണ് അത്തരം ആന്തരിക പരിക്കുകൾ ഉണ്ടാക്കാൻ കഴിയുക? റേഡിയേഷന്റെ കാര്യമോ? അവിടെയാണ് നമ്മൾ കൂടുതൽ സങ്കീർണമായ മറ്റൊരു സാധ്യതയെപ്പറ്റി ചിന്തിക്കുന്നത്. ഒരു പക്ഷേ ഇതൊരു പ്രകൃതി ദുരന്തമായിരുന്നില്ലെങ്കിലോ? മനുഷ്യന്റെ ഇടപെടൽ ഇതിലുണ്ടായിരുന്നെങ്കിലോ? ഇനി പറയാൻ പോകുന്നത് കുറച്ചുകൂടി സങ്കീർണമായ ഒരു തിയറിയാണ്. ഒരു പക്ഷേ ഒരു മറച്ചുവെക്കൽ നടന്നിട്ടുണ്ടാവാം. കഥ ഇങ്ങനെയാണ്. 1, യഥാർത്ഥ അപകടം സംഭവിക്കുന്നത് കാട്ടിലാണ്. ഒരു മരം അവരുടെ ടെന്റിന് മുകളിലേക്ക് വീഴുന്നു. അത് ആ ഗുരുതരമായ പരിക്കുകൾക്ക് കാരണമാകുന്നു. 2, ആ വഴി വന്ന ആരോ, ഒരു പക്ഷേ അവിടെ നിയമവിരുദ്ധമായ വല്ല സ്ഫോടനവും നടത്തുന്നവരോ മറ്റോ ഇവരെ കണ്ടെത്തുന്നു. 3, ഇവരുടെ മരണത്തിന് തങ്ങൾ ഉത്തരവാദികളാകുമെന്ന് പേടിച്ച് അവർ സംഭവം മുഴുവൻ മാറ്റിവരയ്ക്കാൻ തീരുമാനിക്കുന്നു. 4,
അവർ മൃതദേഹങ്ങൾ മലഞ്ചെരിവിലേക്ക് മാറ്റുന്നു. ഇതൊരു കാലാവസ്ഥാ ദുരന്തമാണെന്ന് വരുത്തി തീർക്കാൻ ടെന്റ് കീറി ഒരു കൃത്രിമ രംഗമുണ്ടാക്കുന്നു. ഈ ഒരു തിയറി വെച്ചാൽ ഒരുവിധം എല്ലാ തെളിവുകളും യോജിച്ചു പോകും. കൃത്യമായ ഒരു ഉത്തരമില്ലാത്തതുകൊണ്ട് തന്നെ ഈ സംഭവത്തെക്കുറിച്ച് ഒരുപാട് ഊഹാപോഹങ്ങളുണ്ടായി. ചിലതൊക്കെ ഒരു സിനിമ കഥ പോലെ തോന്നും. രഹസ്യമായി നടത്തിയ സോവിയറ്റ് ആയുധ പരീക്ഷണമാണെന്ന് ചിലർ പറയുന്നു. അല്ല, അന്യഗ്രഹജീവികളാണ്, ആകാശത്ത് കണ്ട തീഗോളങ്ങൾ അതാണെന്ന് മറ്റു ചിലർ. തദ്ദേശീയരായ മൻസി ഗോത്രവർഗക്കാരെ സംശയിച്ചവരുണ്ട്. റഷ്യൻ യതി എന്ന മഞ്ഞുമനുഷ്യൻ തൊട്ട് KGBയുടെ പരാജയപ്പെട്ട ഒരു ചാരപ്രവർത്തനം വരെ പലതരം കഥകളുണ്ടായി. അങ്ങനെ 60-ലധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ദിയാത്ലോ പാസ് സംഭവം ലോകത്തിലെ ഏറ്റവും വലിയ ഉത്തരം കിട്ടാത്ത രഹസ്യങ്ങളിലൊന്നായിട്ട് ഇന്നും നിലനിൽക്കുന്നു. ഒരുപാട് അന്വേഷണങ്ങൾ നടന്നു, പുതിയ റിപ്പോർട്ടുകൾ വന്നു. എന്നിട്ടും ആ 9 പേർക്ക് ആ രാത്രിയിൽ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും ഉറപ്പിച്ചു പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കെന്തു തോന്നുന്നു? ഇതൊരു ദാരുണമായ അപകടമായിരുന്നു, അതോ എന്തോ സത്യം മറച്ചുവെക്കാൻ വേണ്ടി നടത്തിയൊരു നാടകമായിരുന്നു? അതുമല്ലെങ്കിൽ നമ്മുടെയൊക്കെ ചിന്തകൾക്കപ്പുറത്തുള്ള മറ്റെന്തെങ്കിലുമായിരുന്നു അന്നവിടെ നടന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക. നമുക്ക് ചർച്ച ചെയ്യാം.